1977 മുതൽ 81 വരെ പ്രിയപ്പെട്ട തറയിൽ പിതാവിനോടൊപ്പം പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെയുണ്ട്. പിതാവും അതിൽ അംഗമാണ്. ഇവരിന്ന് ഈ ചങ്ങനാശ്ശേരി ടൗണിൽ പൗരാവലിക്ക് മുമ്പിൽ പിതാവിനെ സ്വീകരിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്ത നിമിഷങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഇവരോട് ചോദിക്കാം, നല്ല ഓർമ്മകൾ പിതാവുമായിട്ടുള്ള. സാറേ, പിതാവുമായിട്ടുള്ള ആ ഒരു നിങ്ങളുടെ ആ വിദ്യാർത്ഥി കാലഘട്ടങ്ങളിലെ ഒരു അനുഭവം. നഴ്സറി മുതൽ സെൻറ്റ് ജോസഫ് LPS സ്കൂളിൽ 4th സ്റ്റാൻഡേർഡ് വരെയാണ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചത്. അവിടെ പിതാവ് ഇന്ന് ഈ ഒരു നിലയിൽ വന്നുവെങ്കിൽ അതിന് പുറകിൽ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ ഒത്തിരി കോൺട്രിബ്യൂഷനുണ്ട്. നമ്മൾ സെൻറ്റ് ജോസഫ് സ്കൂളിൽ പഠിച്ചപ്പോൾ റെജിനാമയാണ് നഴ്സറിയിൽ അല്ലേ, റെജിനാമയാണ് ഒന്നിച്ചുണ്ടായിരുന്നത്. പിന്നെ അത്തനേഷ്യമ്മ, ലൊരേത്തമ്മ, ജിയോവനി അമ്മ, വേറെ ആരാണോ ഉള്ളത്, വിൻസെൻ്റ് അമ്മ. ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണ്. ഇതാണ് ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടം. ആളെങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊക്കെ കുസൃതിയായിരുന്നു? അതോ? ഞങ്ങളുടെ ക്ലാസ് മോണിറ്ററായിരുന്നു അഭിമന്യ പിതാവ്. അന്ന് ഞങ്ങൾക്ക് ടോമി ആയിരുന്നു പിതാവ്. പിതാവ് വളരെ പഠിക്കാൻ വളരെ സമർത്ഥനും ശാന്തനും ഒക്കെയായിരുന്നു. പിതാവ് ഞങ്ങളെ വിശുദ്ധ കഴിക്കാനായിട്ട് ചാപ്പലിലൊക്കെ പോകാൻ ഒരു ലീഡർഷിപ്പ് അന്നും പിതാവിന് താല്പര്യമായിരുന്നു. പിള്ളേരെയൊക്കെ ഒന്ന് അടക്കി ഭരിക്കുക. സിസ്റ്റർ ഇല്ലാതിരിക്കുന്ന സമയത്ത് ക്ലാസ്സിലെ മോണിറ്ററാണല്ലോ ക്ലാസ്സിനെ ഒന്ന് അടക്കി ഭരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശബ്ദം ഉണ്ടാക്കാതിരിക്കാനൊക്കെ ഒന്ന് ക്ലാസ്സിനെ മാനേജ് ചെയ്യാനൊക്കെ പിതാവിനൊരു അന്ന് ഒരു കഴിവുണ്ടായിരുന്നു. പിന്നെ തീരുമാനങ്ങളൊക്കെ ഉറച്ചതായിരുന്നു. എനിക്കൊരു ഇതുണ്ട്, ഞാൻ വർത്തമാനത്തിൽ നല്ല മിടുക്കിയായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഇല്ലായിരുന്ന സമയത്ത് പേര് എഴുതണമെന്ന് പറഞ്ഞപ്പോൾ വെള്ളപ്പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പം സംസാരത്തിൽ ഒട്ടും പുറകോട്ട് പോകാത്ത എൻ്റെ പേര് തന്നെ ആദ്യം വീണു. അപ്പം എനിക്ക് തോന്നി എൻ്റെ പേര് എഴുതിയെന്ന് തോന്നി. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും അതൊന്ന് ഊരിയെടുക്കണമെന്ന് ഓർത്ത് ഞാൻ പിതാവിനെ സമീപിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, കുട്ടി സംസാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പേര് എഴുതിയത്, അതങ്ങനെ മാറ്റാനൊന്നും പറ്റത്തില്ല, എഴുതിയെന്ന് പറഞ്ഞു. അങ്ങനെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വം അന്നേ ഉണ്ടായിരുന്നു പിതാവിന്. അതോടൊപ്പം തന്നെ അദ്ദേഹം വലിയ ഈ കലാ മത്സരങ്ങളിലൊക്കെ അദ്ദേഹം വളരെ ഇതായിരുന്നു പറഞ്ഞു, നാടകത്തിലൊക്കെ. അങ്ങനെ ഒരു ഓർമ്മകളൊന്നും. പിതാവ് ഞങ്ങളുടെ കൂടെ സൺഡേ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചതാണ്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയാണ് ഞങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചത്. സൺഡേ സ്കൂളിൽ പഠിച്ച സമയത്ത് മാർഗം കളിയിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. പിന്നെ അതിരൂപതാ തലത്തിലുള്ള നാടക മത്സരങ്ങൾ, ബൈബിൾ പാരായണം. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പറയാനുള്ളത്, ഞാൻ സിസ്റ്റേഴ്സിൻ്റെ കാര്യം മുമ്പേ പറഞ്ഞത് മറ്റൊരു കാര്യം കൂടെ പറയാനാണ്. ഇന്നത്തെ നിലയിൽ പിതാവ് ഒരു വളരെ നല്ല പ്രാസംഗികനാണ്. ഇത്രയും ഒരു വാഗ്മിയായിട്ടുള്ള ഒരു വാക്ചാതുര്യം ഉള്ള ഒരു പിതാവിനെ നമുക്ക് ലഭിച്ചതൊരു അനുഗ്രഹം തന്നെയാണ്. അത് ആ സ്കൂളിൽ നിന്ന് കിട്ടിയ ആ ബാലപാഠങ്ങളാണ് പിതാവിനെ ഇത്രയും ഒരു പ്രാസംഗികനാക്കിയത്. പിതാവ് വായിക്കുന്ന ഓരോ പുസ്തകങ്ങളും അതിൽ നിന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫിലോസഫികളും സൈക്കോളജിയും നിറഞ്ഞ കാര്യങ്ങൾ ലളിതമായ തരത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായ തരത്തിൽ അവതരിപ്പിക്കാനായിട്ട് പിതാവിൻ്റെ ആ നൈപുണ്യം കിട്ടിയിരിക്കുന്നത് സ്കൂളിൽ നിന്നുള്ള ഒരു ഓറിയൻറ്റേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിതാവിൻ്റെ പേരൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങളോട് പഠിക്കുന്ന സമയത്ത് തന്നെ പിതാവിൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്. അമ്മ ആണ് ഒത്തിരി കാര്യങ്ങളിൽ ഗൈഡൻസും ഒരു മോട്ടിവേഷനുമായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. പിതാവിൻ്റെ സഹോദരന്മാരെയൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. കാരണം വീട്ടിൽ ഇന്നത്തെ രീതിയിലുള്ള കളികളും കാര്യങ്ങളും അല്ല, അന്ന് കുറേ കൂടെ കൂട്ടായ്മകളും സൗഹൃദങ്ങളും ഉണ്ട്. നമ്മൾ വീടുകളിൽ പോയി കളിക്കുകയും വർത്തമാനം പറയുകയും ഭക്ഷണം കഴിക്കുകയും അങ്ങനെയൊക്കെയുള്ള നല്ല ഓർമ്മകൾ ഒത്തിരി ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അത് ഇന്നലെകൾ പോലെ തോന്നി ഈ കാര്യങ്ങളെല്ലാം നടന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇനി അദ്ദേഹം ഈ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു നിയുക്തമായ മെത്രാപ്പൊലിത്തയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്തുമാത്രം അദ്ദേഹത്തിലൊരു വലിയൊരു പദ്ധതി ഈ മുന്നോട്ട് നിങ്ങൾ കാണുന്നുണ്ട്? പിതാവിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം സെൻറ്റ് ജോസഫ് LPSൽ പഠിച്ച ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമെന്ന് ഞങ്ങൾക്ക് പറയാം. കാരണം ഞങ്ങളെല്ലാം കൂടെ ചേർന്നുള്ളൊരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. ആ വാട്സാപ്പിൽ വളരെ സജീവമായിട്ട് ഞങ്ങളോട് ചേർന്ന് നിന്ന് പിതാവ് പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി നിർദ്ദേശങ്ങളും ഗൈഡൻസും തരാറുണ്ട്. പിന്നെ മെസ്സേജുകൾ, ഗ്രീറ്റിംഗ് മെസ്സേജുകൾ, ബർത്ത്ഡേ മെസ്സേജസും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും പിതാവ് ഞങ്ങളുടെ കൂടെ തന്നെയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ എന്തെങ്കിലും ഒരു മേജർ ഈവൻറ്റ്സ് നടക്കുന്നുണ്ടെങ്കിൽ, അത് വിവാഹമാണെങ്കിലും മരണമാണെങ്കിലും അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും അതിൻ്റെയൊക്കെ മുമ്പിൽ പിതാവ് ഞങ്ങളോടൊപ്പം തന്നെ ചേർന്നാണ് ഉള്ളത്. പിതാവിൻ്റെ കർമ്മപദ്ധതി എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നറിയാം. കാരണം പിതാവിനെ പോലുള്ള ഒരാൾക്ക് ചങ്ങനാശ്ശേരിയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാൻ സാധിക്കത്തില്ല. അത് സീറോ മലബാർ സഭയുടെ തന്നെ ഒരു വലിയ മുതൽക്കൂട്ടാണ് തോമസ് തറയിൽ പിതാവിനെ നമുക്ക് ലഭിച്ചത്. ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ ടോമിയാണ് നമ്മുടെ സഭയുടെ തോമസ് തറയിൽ പിതാവായിട്ട് ഇന്ന് നമ്മളോട് കൂടെ ഉള്ളത്.
ഇതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും നിങ്ങളുടെ ബാല്യത്തിലെ സ്കൂൾ ജീവിതത്തിൻ്റെയൊക്കെ ഒരു അനുഭവങ്ങളും സമ്പത്തൊക്കെ ഞങ്ങളെപ്പോലെയുള്ള വിശ്വാസികൾക്കും ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് മുഴുവനും അതൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.